നമസ്കാരം. ശാസ്ത്രത്തെ സംബന്ധിച്ച ഒരു ചൊല്ലുണ്ട്, റീഇൻവെന്റിങ് ദ വീൽ. വീല് പണ്ടൊരിക്കൽ കണ്ടുപിടിച്ചതാണ്. പുതിയതൊന്നും കണ്ടുപിടിക്കാതെ വരുമ്പോൾ വീണ്ടും അത് തന്നെ പറയും, റീഇൻവെന്റിങ് ദ വീൽ. ഇന്നത്തെ ശൈലി കമന്ററി ആരംഭിക്കുന്നു. ഇന്നത്തെ ഒരു പരസ്യം, പത്രത്തിലെ പരസ്യം കണ്ടപ്പോൾ മറ്റ് സംസ്ഥാനം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ നടപടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും റീഇൻവെന്റിങ് ദ വീലാണ്. വീൽ കണ്ടുപിടിച്ചത് വീണ്ടും ആരെങ്കിലും പിന്നെയും കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയാണ് നടക്കുന്നത്. സിയാൽ എന്ന് പറഞ്ഞൊരു വിമാനത്താവളമുണ്ട്, സക്സസ്ഫുൾ മോഡലാണ്. വിമാനത്താവളം എപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ആളുകൾ അപവാദങ്ങൾ പ്രചരിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ പുതിയൊരു ഉദ്ഘാടനം, ഒരു അരപ്പേജ് പരസ്യമാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് അരപ്പേജ് പരസ്യം. ഈ പരസ്യത്തെ സംബന്ധിച്ച്, പരിപാടികളെ സംബന്ധിച്ച് ഈ ഇടനാഴികളിൽ, സെക്രട്ടേറിയറ്റ് ഇടനാഴികളിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാക്കണം. ഓരോ വകുപ്പും നിർദ്ദേശിക്കണം, ഞങ്ങളുടെ വകുപ്പിൽ ഇന്ന കാര്യമുണ്ട്. അങ്ങനെ അത് മുഖ്യമന്ത്രിക്ക് പറ്റിയ പരിപാടിയാണോ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ തീയതി തീരുമാനിച്ച് അങ്ങനെ ഉദ്ഘാടനം നടത്തും. അതിലൂടെ എന്താണ്, ഒരു വലിയ പ്രചരണം നടത്താൻ പറ്റുന്നു സർക്കാരിന്. ഇവിടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക്, സിയാലിന്റെ വിമാനവും വിമാനത്താവളവും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെയുള്ള സമ്പൂർണ്ണ ഡിജിറ്റൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം. ഈ ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സാക്ഷരത കഴിഞ്ഞപ്പോൾ പിന്നെ ഡിജിറ്റൽ സാക്ഷരതയായി. ഇപ്പോൾ അത് കേൾക്കാനില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഏടാകൂടങ്ങൾ നടത്തി 5 വർഷം തികയ്ക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം ചെയ്യുന്നതെന്ന് മറ്റ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ കർണാടകയുടെ ഒരു കാര്യം, അവരുടെ ഒരു നേട്ടം വായിച്ചപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് ജീവിക്കുന്നതെന്ന് തന്നെ തോന്നിപ്പോയി. പ്രത്യേകിച്ച് നമ്മുടെ തുറമുഖം കയറ്റുമതിയുടെ സാധ്യതകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് സമ്പൂർണ്ണ ഇത് കയറ്റിവിടാൻ പറ്റുമോ? ഡിജിറ്റൽ വൽക്കരണം കയറ്റിവിടാൻ പറ്റുമോ? കർണാടക ഫോക്സ്കോൺസ് യൂണിറ്റ് അറ്റ് ദേവനഹള്ളി നിയർലി റെഡി, കമേഴ്ഷ്യൽ ഐഫോൺ ഷിപ്മെന്റ്സ് എക്സ്പെക്ടഡ് ബൈ ജൂൺ. ഇത് അടുത്ത മാസം ഐഫോൺ അവര് കയറ്റുമതി ചെയ്യാൻ പോകും. എവിടെ കൂടെയാണ് കയറ്റുമതി ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കേരളത്തിൽ ഉൽപാദനമോ ഇല്ല. എന്നാൽ ആരെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നത് കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യമെങ്കിലും ഒരുക്കി കൊടുക്കണ്ടേ? അതുമില്ല. ആ റോഡിനെ സംബന്ധിച്ച് മിസ്റ്റർ ജോണി എന്ന് പറയുന്ന ആ നാട്ടുകാരൻ ഡെയിലി അതിന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ അവിടെ നിന്നൊരു പടം എടുക്കുകയും ഒരു ലൈവ് നറേഷൻ എനിക്ക് ഇട്ട് തരികയും ചെയ്യും. അദ്ദേഹം ചിരിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ 2 പേര് അവിടെ നിന്ന് എന്തോ കുഴിയെടുക്കുന്നെന്നാ പറയും. അപ്പുറം ഇപ്പുറം 2 കുഴി കാണും. ഇതാണ് ഒരു റോഡ് കണക്ട് ചെയ്യാൻ അവിടെ നടക്കുന്ന പ്രവർത്തനം. നമ്മളിപ്പോ കൗണ്ട് ചെയ്ത് ഇനി ഏകദേശം 58 ദിവസവും കണ്ടേ ഉള്ളൂ. ഈ 58 ദിവസത്തിന് ഉള്ളിൽ വേണം റോഡ് കണക്ട് ചെയ്ത്. നമ്മൾ ആവശ്യപ്പെട്ടതല്ല. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി നിയമസഭയിൽ, പരിപാവനമായ നിയമസഭയിൽ പറഞ്ഞ തീയതി അനുസരിച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ഡൗൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 മാസം പോയാൽ ഇനി 6 മാസം കഴിഞ്ഞാൽ ഈ റോഡ് പൂർത്തിയാവില്ല എന്നുള്ളതിന്റെ ലക്ഷണമായി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നിയമസഭയിൽ ഇങ്ങനെ ഉറപ്പ് കൊടുക്കുന്നത്? ഇവിടെ നിയമസഭയിലും ബജറ്റ് രേഖയിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അച്ചട്ട നടപ്പാകുന്നു എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് എന്തിനാണ് നിങ്ങൾ എന്റെ കൊച്ചു കേരളത്തെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. കൊലച്ചതിയുടെ കഥ ഇങ്ങനെയാണ്, താരതമ്യം. ഇൻ ഹിസ് 2025-26 ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ബജറ്റ് സ്പീച്ച്, ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ഹാഡ് സെഡ് ദാറ്റ് Foxconn company has started a mobile phone manufacturing plant in Devanahalli industrial area with a capital investment of 21,911 crore. 21,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇവിടെയും ബജറ്റ് ഉണ്ടല്ലോ, ബജറ്റിൽ കുറെ കാര്യങ്ങൾ പറയും, പിന്നെ ആ രേഖ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ അടുത്ത വർഷം പുതിയ ബജറ്റുമായിട്ട് വരും.
കഴിഞ്ഞ ബജറ്റിന് എന്ത് സംഭവിച്ചു എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പോലും അന്വേഷിക്കാറില്ല. ഇവിടെ 2025-26 പറഞ്ഞ കാര്യത്തിൽ നടപടിയായി ഉൽപാദനം തുടങ്ങി കപ്പലിൽ കയറ്റിവിടാൻ പോകുന്നു. എന്നാൽ ഈ ചരക്ക് നമ്മുടെ തുറമുഖം വഴി കയറ്റിവിടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നെങ്കിലും ഇവിടെയുള്ള വ്യവസായ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ പോർട്ട് മന്ത്രി ഒന്ന് അന്വേഷിക്കട്ടെ. MP പാട്ടീൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ്, നിങ്ങളെപ്പോലെ കർണാടകയിൽ ഇരിക്കുന്ന ആൾ സംസാരിക്കുകയാണ്. MP പാട്ടീൽ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ, said this development strengthens Karnataka's position in global manufacturing and opens the door to greater foreign investment without compromising stakeholder interests. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് കർണാടക മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം പറയുമ്പോൾ നമ്മൾ ഈ 7 അയലത്തെങ്കിലും ഉണ്ടോ എന്ന് ദയവ് ചെയ്ത്, 100 കോടിയാണ് നിങ്ങൾ ഒരു ദിവസം പൊടിക്കുന്നത്. 100 കോടി രൂപ ഒരു ദിവസം പൊടിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ കേരളത്തിന് നൽകുന്നത്? നിങ്ങളെപ്പോലുള്ളവരല്ലേ കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും തെലുങ്കാന സർക്കാരും ആന്ധ്ര സർക്കാരും ഒക്കെ? കേന്ദ്രത്തെ വിടുക, നിങ്ങളെപ്പോലുള്ള സംസ്ഥാനങ്ങളല്ലേ കേന്ദ്രത്തിന്റെ കീഴിൽ കേന്ദ്രത്തിന്റെ എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സർക്കാരുകൾ എങ്ങനെയാണ്? കോൺഗ്രസ് സർക്കാരാണ്, BJPയുടെ യാതൊരു പിന്തുണയുമില്ലല്ലോ. എങ്ങനെയാണ് കർണാടക സർക്കാർ ഇതൊക്കെ നേടുന്നത്? BJPയുടെ യാതൊരു പിന്തുണയുമില്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന തമിഴ്നാട് എങ്ങനെയാണ് ഇതൊക്കെ നേടുന്നത്? ദയവ് ചെയ്ത് സർക്കാരിൽ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ ഉപകാരം. 100 കോടി പൊടിക്കുകയല്ലേ ദിവസേന? ദ മിനിസ്റ്റർ, കർണാടക മിനിസ്റ്റർ പറയാണ്, ദ മിനിസ്റ്റർ further said Apple CEO Tim Cook has confirmed that for the June quarter, June എന്ന് പറഞ്ഞാൽ April, May, June, for the June quarter a majority of iPhones sold in the US will be made in India, made in Karnataka, made in Kerala എന്ന് പറയാൻ എന്തെങ്കിലും ഒരു പുല്ലോ പുൽക്കൊടിയെങ്കിലും ഉണ്ടോ കേരളത്തിന് ഈ അന്തർദേശീയ മാർക്കറ്റിൽ വിടാൻ? എന്തിനാണ് ഞങ്ങളുടെ ഈ കേരളത്തെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നല്ലാതെ മറ്റൊന്നും ചോദിക്കുവാൻ ഈ സമയത്ത് തോന്നുന്നില്ല. കർണാടകക്കാര് അഭിമാനത്തോടെ പറയാണ്, അവർക്ക് അഭിമാനിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ലല്ലോ, അഭിമാനിച്ചല്ലേ പറ്റുകയുള്ളൂ. ആസ് എ കന്നഡിക എന്നാണ് ഈ മലയാളി എന്ന് പറയാൻ പറ്റുക? ആസ് എ കന്നഡിക, ദിസ് ഇസ് എ പ്രൗഡ് മൊമെന്റ് ഫ്രം മൈസൂരു ടു കുപ്പർട്ടിനോ. എനിക്ക് ആ പ്രൊനൗൺസിയേഷൻ അറിയില്ല. കുപ്പർട്ടിനോ ആയിരിക്കും അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ്. ഫ്രം മൈസൂരു ടു കുപ്പർട്ടിനോ കർണാടക ഈസ് മേക്കിംഗ് ഗ്ലോബൽ ഹെഡ്ലൈൻസ്. ഇങ്ങനെയാണ് ഒരു നാടിനോട് കൂറുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലം ഇത്ര പെട്ടെന്ന് തൊട്ടു നോക്കാൻ പറ്റുന്ന തരത്തിൽ ഓരോ സംസ്ഥാനവും തെളിയിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഡിജിറ്റൽ സാക്ഷരതയുമായിട്ട് ഒരു മുഖ്യമന്ത്രി നടക്കുന്നത്. കഷ്ടമാണ്. ഈ സമൂഹത്തെ, ഈ മലയാളി വർഗത്തെ, കുട്ടികളെ എല്ലാം വിൽപ്പന ചരക്കാക്കി മറുനാടിലോട്ട് കയറ്റി വിട്ടുകൊണ്ട് ഇവിടെ കുറെ രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ട് ഒരു നാട് തീരെഴുതി കൊടുത്തിരിക്കുന്ന മട്ടിൽ ഒരു തുറമുഖം വന്നിട്ട് അവിടെ 2 ചരക്ക് കയറ്റിവിടാൻ പോലും കഴിയാതെ വെറും കാഴ്ചക്കാരായി, കപ്പലണ്ടി തിന്നുന്ന കാഴ്ചക്കാരായി മാറുന്ന അവസ്ഥയിൽ നമ്മുടെ തുറമുഖം ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കപ്പലണ്ടിയും കഴിച്ചുകൊണ്ട് കാഴ്ചക്കാരനായി നിൽക്കുന്ന നമ്മുടെ പ്രശസ്ത സിനിമാ നടനുണ്ടല്ലോ നന്ദു, സെലിംഗമരുടെ സ്ഥിരം പ്രേക്ഷകൻ. അദ്ദേഹം മിക്കവാറും അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലിരുന്ന, നഗരത്തിലെ ഫ്ളാറ്റിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു, ചിത്രങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ മനോഹരമായ ഒരു ചിത്രം അദ്ദേഹം അയച്ചു തന്നു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പിന്നിൽ MSCയുടെ കപ്പൽ തിരിയുന്ന ചിത്രം. നഗരത്തിലിരുന്നുകൊണ്ട് 2 or 3 കപ്പലുകൾ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വെറും കാഴ്ചക്കാരായി മാത്രം അധംപതിച്ചു പോകുമോ എന്നുള്ളൊരു വലിയ സംശയത്തോടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കുന്നു. കൂടുതൽ കപ്പലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.